ഹായ്, ഇന്ന് ഞങ്ങൾക്ക് ഓട്ടുപ്പഴ. അമ്മക്ക് ഓട്ടുപ്പഴ ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടുപ്പഴ എടുക്കുന്നൊന്നും കാണിക്കുന്നില്ല. കഴിച്ചിട്ടായി, അമ്മക്കെല്ലാം കഴിച്ചിട്ടായി. ഹായ് പറയാമ്മ. ಯಾರದು ഹായ് പറ. ആ കയ്യിൽ പറ, കയ്യിൽ പറ, കയ്യിൽ. ചായക്കെന്ത് മമ്മി? ചായക്ക് പറ, ചായക്കെന്ത് പറ, ചായക്കെന്ത്? ഓട്ടുപ്പഴന്ന് പറ, ഓട്ടുപ്പഴന്ന് പറ. ഓടിപ്പഴ ആ, കറി എന്ത്? ബദന കറി ബദനെന്ന് പറഞ്ഞാൽ വഴുതിരിങ്ങ. വഴുതിരിങ്ങി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. നീരുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഫസ്റ്റ് വഴുതിരിങ്ങ എണ്ണയിൽ വരട്ടണം. എന്നിട്ട് പിന്നെ നീരുള്ളി വഴുതിരിങ്ങ എണ്ണയിൽ വരട്ടിയിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം. അങ്ങനെ നീരുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ചെറിയ കഷ്ണങ്ങളല്ല, കുറച്ച് ബാജിക്കാക്കുന്നതിനെക്കാട്ടി കുറച്ച് ചെറുപ്പം. അങ്ങനെ അത് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഉപ്പ് എണ്ണയിലിട്ടിട്ട് വറുത്തതിന് ശേഷം ഈ വഴുതിരിങ്ങ അതിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഓഫാക്കണം. അതിന് ശേഷം പിന്നെ തേങ്ങയും പിന്നെ കൊത്തമ്പാരിയും പുളിയും മുളകും അരക്കണം. കാരം വേണമെന്നല്ല. അരച്ചതിന് ശേഷം പിന്നെ നെയ്സുമല്ല തരിതരിയുമല്ല, ആ രീതിയിൽ അരക്കണം. അവർ ദഗ്ഗു എന്ന് പറയും. നെയ്സ് അല്ലാത്തതിനെ തരിതരി അരക്കുന്നില്ല നമ്മൾ, അതിനെ ദഗ്ഗു കടിവെക്ക് പറയും. കടിവെക്ക് എന്ന് പറഞ്ഞാൽ അരക്കണം. അങ്ങനെ അത് അരച്ചിട്ട് ഈ എണ്ണയിൽ വറുത്തിട്ട് അതിലപ്പുറം എടുത്ത് നല്ല കുറുക്കിയിട്ട് ഈ നമ്മളത് മത്തിയെല്ലാം വറ്റിക്കത്തില്ലേ, അതുപോലെ വറ്റിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളതാക്കിയത്. അപ്പം അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇന്നലെ രാത്രിത്തെ ചോറ് ഉച്ചക്ക് കഴിച്ചു. നമ്മളാകെ ഒരു ഗ്ലാസ്സേ വെക്കലുള്ളൂ ചോറ്. അത്രേ നമുക്ക് 2 പേർക്ക് ഒത്തിട്ട് അത്രയും വേണ്ട. അങ്ങനെ ഇന്നലെ രാത്രിക്ക് ചോറുണ്ടായിട്ട. ഇത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചോറ് ഉച്ചക്ക് നല്ല പാങ്ങിൽ കഴിച്ചു. രാത്രി പഴം പുഴുങ്ങിയിട്ട് തിന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ കുറച്ച് കറി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്ക്, രാവിലെ ഓട്ടുപ്പളാക്കെന്ന് പറഞ്ഞു. സേമിക ആക്കാൻ പറഞ്ഞു. അപ്പോൾ സേമിക കുറേ പണിയുണ്ടല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു ഇത് കുറേ പണിയുണ്ടല്ലോ അമ്മ, ഞാൻ ഓട്ടുപ്പളാക്കാം. അമ്മക്ക് ഓട്ടുപ്പള ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ ഓട്ടുപ്പളാക്കി. അമ്മ 2 തിന്നു, ഞാൻ 2 തിന്നു. 2 തിന്നിട്ട് ഒന്നിടെ ബാക്കി, ഒന്ന് തിന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഒത്തിരി ഞാൻ എപ്പോഴും സബ്സ്ക്രൈബർ എത്രയായി എന്ന് നോക്കല്. അപ്പോൾ പിന്നെ ഇപ്പോൾ 163 സബ്സ്ക്രൈബറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്ത് സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ സബ്സ്ക്രൈബറായോ എത്രയായി ഇങ്ങനെ നോക്കല്. അങ്ങനെ ഇന്ന് നോക്കുമ്പോഴേക്ക് 163 സബ്സ്ക്രൈബറുണ്ട്. അത്രയും കൂടി ആയല്ലോ, അതിനെ ഭാഗ്യം എന്ന് പറയണം. പിന്നെ ഉച്ചക്കേക്ക് ചോറ് ആയി. ഇനി കറി എന്തെന്ന് ആലോചിച്ചില്ല. അമ്മ പറയണം. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മേരെ ബന്ധത്തിലുള്ളവർ കൊണ്ടുതരുന്നതാണ്. വഴുതിരിങ്ങ. ഇനി അവർ ബദന എന്ന് പറയും. വഴുതിരിങ്ങ, വലിയ വഴുതിരിങ്ങ. ഇത് ഉടുപ്പി ബദന അമ്മ, ഉടുപ്പി ബദന. ഇത് ഉടുപ്പിലാന്ന് ബദനയുള്ളൂ. ഇത് എണ്ണയിലിടാം. എണ്ണയിൽ നമ്മൾ മീനെല്ലാം പൊരിക്കുന്നത് പോലെ ഇത് പൊരിക്കാം. ഉടുപ്പി ബദന. പിന്നെ ഇതിനെ ആകക്കായ് എന്ന് പറയും. ഇത് തരപ്പുരി അല്ല, നമ്മൾ പറയുന്നത് എന്തുമ്പോൾ കൈപ്പക്ക. എനിക്ക് നമ്മളെ ഭാഷ തന്നെ മറന്നുപോയി. ഇത് കൈപ്പക്ക, അതിനെ അവർ ആകക്കായ് എന്ന് പറയും. പിന്നെ ഒരു കാര്യമുണ്ട്, മാങ്ങ ഉണ്ട്. നല്ല മാങ്ങ ഉണ്ട്, കുറച്ച് പോയിട്ടുണ്ട്. നല്ല മാങ്ങ അറിഞ്ഞാൽ ഈ അമ്മക്കായി മാങ്ങയും ചക്കി
അല്ല എന്നപ്പോൾ നമ്മളെ വീട്ടിൽ 2 പ്ലാവുണ്ട്. ഇതേ പിന്നെ ഒരു മതി പിന്നെ അമ്മേരെ ബന്ധത്തിലുള്ള ഒരു ആൾ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 പ്ലാവുണ്ട്. അപ്പോൾ ഒരു പ്ലാവിൻ്റെ താഴെ അപ്പുറത്ത് അവർ വീട് കെട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്ലാവ് കൊത്തണം. ചക്ക പിടിക്കുന്നത് ഇത്രയേ ഉള്ളത്. എനിക്കിങ്ങനെ വിഷമം. അപ്പോൾ പിന്നെ അവർ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാനാക്കണ്ട. കംപ്ലൈൻറ്റ് കൊടുത്താൽ ഇടിയില്ല പോകാൻ എനിക്ക്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊത്തു മോനെ. അപ്പൊക്ക് അപ്പുറം ഒരു പ്ലാവുണ്ട്, അതിൽ നിറച്ച് പിടിക്കുന്നുണ്ട്. ഞാനിവിടെ വെതിയെടുക്കാൻ കൊണ്ടുവന്നിട്ട് പീടികയിലെല്ലാം കൊടുത്തിട്ട് കുറേ പൈസ കിട്ടലുണ്ട് എനിക്ക്. അങ്ങനെയുള്ള നിറച്ച് പിടിക്കും. കല്ലിച്ചൊക്കെ ആകുമ്പോൾ ഞാൻ പറിച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ അടുത്തുള്ളവർ എത്രയോ കൊണ്ടുപോകും. പിന്നെ ലാസ്റ്റ് കാലിക്കെല്ലാം തെറ്റും. അത്ര പിടിക്കുന്ന ചക്ക. അത് അവരെ കിണറിലേക്ക് വേര് മുറിച്ചെടുത്താൽ മതിയായിരുന്നു. വേരെല്ലാം കുത്തിച്ച് ഇതാക്കുന്നറിയില്ല. അങ്ങനെ അത് കൊത്താൻ പറയും. അപ്പോൾ അവർ അടുത്തുള്ളവർ പറഞ്ഞ് ഒരു സുകുമാരൊക്കെ പറഞ്ഞു ഒരു ഒത്തിരി സഹായം ചെയ്യുന്നവരാണ്. എനിക്ക് വീട് കെട്ടുമ്പോഴും മോൻ്റെ കല്യാണം കഴിക്കുമ്പോഴും എല്ലാം കുറേ സഹായം ചെയ്തു. അങ്ങനെ ഓറ് പറഞ്ഞു ഞാൻ എന്നെ കൊത്തുന്ന പൈസ തരട്ടെ. അപ്പോൾ അതിൽ ഇതാവുന്ന ഒരു 13,000 ആവുന്നല്ല പറഞ്ഞു. ഇന്നെ കൊത്തിക്കോളൂ. അപ്പോൾ മോൻ്റെ ഫ്രണ്ടെല്ലാം പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അതിന് കാതലുണ്ട്. അവർ നോക്കിയിട്ട് പറഞ്ഞു അതിൽ നല്ല കാതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിയാക്കിക്കൂടെ മതിയേശി എന്ന് പറഞ്ഞു. മോനാരോ കാണിച്ചിന്. അപ്പോൾ കാതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആരോ കാണിച്ചിട്ട് ഉത്സവമെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ കൊത്താന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. അവർക്ക് ഒരു അടുത്തുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതിൽ നിറച്ച് ചക്കലെല്ലാം വീഴുന്നല്ലോ. അപ്പോൾ അവർക്കപ്പോൾ ചക്ക എല്ലാം അപ്പുറത്തെ വളപ്പിൽ വീണിട്ട് ഇങ്ങനെ ഉണ്ടാകും. ഞാനിവിടെ അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ല. സാരമില്ല എന്താക്കല്. അപ്പോൾ ഈ ചക്കല പിടിച്ചിട്ടാകുമ്പോൾ കുത്തിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ വേദന വരുന്നുണ്ട് മനസ്സിൽ. അങ്ങനെ ഉത്സവമല്ല അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തേനെ എൻ്റെ ഇതിൻ്റെ കമ്മൽ രാത്രിക്ക് വീണു. മറ്റേ എന്നെ എടുത്ത് വെച്ചിട്ടുള്ള സീറ്റ ഒന്നിൻ്റെതേ ഉള്ളൂ. പിന്നെ അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താക്കുന്നുണ്ട് മരം കൊത്താത്ത. ഞാൻ പറഞ്ഞു ഉത്സവമെല്ലാം കഴിയട്ടെ. ഉത്സവമെല്ലാം 27 ഉത്സവം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊത്താം. ഉത്സവത്തിന് ക്ഷീണമുണ്ടാവും. എൻ്റെ മോന് 3 കാഴ്ചയിലൊക്കെ ഡാൻസ് പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടല്ലാതെ വേറെ ആരോടും ഞാൻ ഷെയർ ചെയ്യില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ജീവനായ കൂടപ്പിറപ്പുകളാണ്. എനിക്ക് ആരാണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ 2 പേര് ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ. അതിനെ വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യം. നമുക്ക് പിന്നെ എവിടെ പോകാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെയല്ലേ നിങ്ങളെല്ലാം കാണാൻ പറ്റും. അവിടെ വഴിയിൽ കണ്ടാൽ സംസാരിക്കണം. പിന്നെ എല്ലാവരും ചിരിക്കലുണ്ട്. ഇങ്ങനെ ഞാൻ ചിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ മോൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു പാട്ട് വെച്ചിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ കല്യാണം കഴിക്കാനുള്ള മോന്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും എന്നെ വിളിക്കണേ. നല്ലൊരു കുടുംബത്തിൽ നിന്ന് എല്ലാവരും വിളിക്കണേ. പൊന്നു പോലെ നോക്കും. മോളെ പോലെ എന്നെ കണ്ടിട്ട് നോക്കും. എൻ്റെ മോന് തന്നിട്ട് നിങ്ങളൊരിക്കലും ദുഃഖം അവർ കൊടുത്തിട്ട് കഷ്ടമായിപ്പോയല്ലോ അങ്ങനെ പറയാൻ ഒരിക്കലും ഉണ്ടായില്ല. നല്ലതേ ഉണ്ടാവും. കൊടുത്തു തന്നതുകൊണ്ട് അത്രയും നല്ല രീതിയിൽ നോക്കും. അത്രയും നല്ല സുരക്ഷിത എത്തിയതെന്ന് നിങ്ങളെ തന്നെ പറയും. അത്രയും സ്നേഹിക്കും, അത്രയും നോക്കും. അതിനൊന്നും പേടിക്കണ്ട. എൻ്റെ മോനാണെങ്കിൽ പൊന്നു പോലെ നോക്കും.
അതിനൊന്നും പേടിക്കണ്ട. നല്ല മനസ്സിലവർ എൻ്റെ മോനെ സ്നേഹിച്ചാൽ മതി, വേറൊന്നുമില്ല. വീട് നോക്കണം, എൻ്റെ മോനെ നല്ലൊരു സ്നേഹിക്കണം. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ അമ്മമാരൊന്ന് വിളിക്കണേ. ഇപ്പം ഇതൊരു അമ്മയുടെ അപേക്ഷയാണ്, അമ്മയുടെ അപേക്ഷയാണ്. പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു, കേൾക്കുന്നു, ഒന്നും എനിക്കറിയില്ല. ഇത് അടുത്തടുത്തുള്ള ആളുള്ളതുകൊണ്ട് എനിക്ക് വലിയ ഉച്ചത്തിൽ പറയാനും പറ്റുന്നില്ല. അടുത്തെല്ലാം പിടിക്കാറുള്ളത് അപ്പോൾ പിന്നെ വലിയ ഉച്ചത്തിൽ പറയാനും പറ്റുന്നില്ല. അങ്ങനെ നിങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ബൈ പറയാം മമ്മി, ಬೈ ಬರ ಮಾಡುವುದಿಲ್ಲ ನಾನೀಗ ಕೇಳ್ತೇನೆ. ಏನು ಶಾಲೆ ಮನೆಯಿಂದ ಕರೀಲಿಲ್ಲ? ಅಯ್ಯೋ ಬೈ ಬೈ. ಶಾಲೆ ಮನೆಯಿಂದ ಕರೀಲ ನಿನಗೆ? ಸ್ವಾಮಿ ಮನೇಲಿ ಕರೀಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. ಏನು? ಓಕೆ ಬೈ ಬೈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബട്ടൺ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. ഓക്കെ ബൈ ബൈ. നാളെ കാണാം.